നീറ്റ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ട 12 ഡോക്യുമെൻസുകൾ 1 by 1 ആയിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. ഈ ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, കളറിൽ ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. രണ്ടാമതായിട്ട് വേണ്ടത് സിഗ്നേച്ചർ. ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെൻ കൊണ്ട്, ബോൾ പെൻ കൊണ്ട് സിഗ്നേച്ചർ ചെയ്തതിന് ശേഷം ഇത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. മൂന്നാമത്തെ ഡോക്യുമെന്റ് തമ്പ് ഇംപ്രഷനാണ്. സെയിം തന്നെ വൈറ്റ് പേപ്പറിൽ എല്ലാ ഫിംഗേഴ്സിൻ്റെയും ആദ്യം തമ്പ് രണ്ടും ചെയ്യുക, അതിനുശേഷം 8 ഫിംഗേഴ്സിൻ്റെയും തമ്പ് ഇംപ്രഷൻ ആ പേപ്പറിൽ തന്നെ ചെയ്തതിന് ശേഷം ഇത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഫോർത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് 10th സർട്ടിഫിക്കറ്റ് ആണ്. ഫിഫ്ത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് 10th മാർക്ക് ലിസ്റ്റ് ആണ്. ഇത് രണ്ടും ഒരേ പേജിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ സെയിം 2 പ്ലേസിലും ഒരേ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാവും. 6th ഡോക്യുമെന്റ് 10th ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് CGPയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് പെർസെൻറ്റേജിലാക്കി ഒരു പേപ്പറിൽ എൻട്രി ചെയ്തതിന് ശേഷം അതിൻ്റെ PDF അപ്ലോഡ് ചെയ്യുക. എങ്ങനെയാണ് CGPയിൽ നിന്നും പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്? CGP മാർക്ക് 10 എന്നാണ് നമ്മുടെ മാർക്ക് ലിസ്റ്റ് എങ്കിൽ ഇൻറ്റു 9.5 എടുക്കുക, അതാണ് പെർസെൻറ്റേജ് മാർക്ക്. 7th വേണ്ടത് അഡ്രസ് പ്രൂഫ് ആണ്. ഇതിനായി നമുക്ക് ആധാർ കാർഡോ അഡ്രസ് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റോ നമുക്ക് ഇതിന് അപ്ലോഡ് ചെയ്യാം. 8th വേണ്ടത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. കാറ്റഗറി എന്ന് പറഞ്ഞാൽ OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ OBC നോൺ ക്രിമിനൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഇതിനോടൊപ്പം SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിനുള്ള ഡോക്യുമെന്റ്സുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. 9th ഡോക്യുമെന്റ് ആധാർ കാർഡാണ്. എല്ലാ വിദ്യാർത്ഥികളും ആധാർ കാർഡ് ഫോട്ടോ ഉൾപ്പെടെ ഉള്ളത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. 15 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് വേണം നാം അപ്ലോഡ് ചെയ്യുവാൻ. 10th നമുക്ക് വേണ്ടത് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. 11th നമുക്ക് വേണ്ടി വരുന്നത് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ മീൻസ് ജനറൽ കാറ്റഗറിയിലുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അങ്ങനെ EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിന് വേണ്ട ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യണം. 12th ഡോക്യുമെന്റ് ആയിട്ട് വേണ്ടത് NRI സ്റ്റാറ്റസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ മീൻസ് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് NRI സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യണം. ദെൻ 13th ഡോക്യുമെന്റ്സ് ആവശ്യം വരുന്നത് ഏതെങ്കിലും സ്ക്രൈബ് വെച്ച് നമ്മൾ എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ മീൻസ് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഹാൻഡിക്യാപ്ഡ് ആണ്, ഡിസേബിൾഡ് ആണ്, അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു സപ്പോർട്ടറായി ഒരാളെ നമുക്ക് വേണമെങ്കിൽ അതിന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ നാം അപ്ലോഡ് ചെയ്യണം. കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ വന്നാൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാ എക്സ്പേർട്ട് ടീമും നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.